ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കർത്താവിൻ്റെ ദിവസം നമ്മളെ ഒരുമിച്ച് ചേർത്ത അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമുക്കറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമ്മളും ഈ ആലയത്തിൽ കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ അന്ന് നിർദ്ദേശിച്ചതുപോലെ ഈ ദുരന്ത മുഖത്തെ അതിജീവിക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്ത് വിശ്വസ്താപൂർവം പാലിച്ച് മുന്നേറുന്നത്. ഈ ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിൽ നമ്മളെ പങ്കാളികളാക്കിയ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഒരു നിമിഷം നന്ദി പറയാം. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അത് കേൾക്കുമ്പോൾ അതിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി, ആരാധന, നാളിതുവരെ നൽകിയ എല്ലാ നന്മകൾക്ക് നന്ദി കർത്താവേ, സൗഖ്യത്തിന് നന്ദി കർത്താവേ, സമാധാനത്തിന് നന്ദി കർത്താവേ, ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നന്ദി കർത്താവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷകൾക്ക് വിജയം നൽകിയതിന് നന്ദി കർത്താവേ. യേശുവേ, സ്തുതി, ആരാധന, മഹത്വം, നന്ദി കർത്താവേ, സ്തുതി, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും
വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. ഈ ആരാധനയിൽ പങ്കുചേർന്ന ഓരോരുത്തരെയും അവിടുത്തെ ദിവ്യകാരുണ്യത്തിന്റെ സംരക്ഷണയാൽ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമേ. ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ള സംരക്ഷണയിൽ എല്ലാ പ്രവസ്ഥകളും തരണം ചെയ്യുവാൻ ആത്മധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. സ്തുതി കർത്താവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സ്തുതിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. ഈ ആരാധനയിലൂടെ ജോസഫ് അച്ഛനിലൂടെ കാലത്തിന് ആവശ്യമായ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനത്തിന്റെ സന്ദേശങ്ങൾ ഞങ്ങളെ പരിപാലിക്കണമേ കർത്താവേ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സ്തുതി, ആരാധന, മഹത്വം, സ്തുതി കർത്താവേ. Thank you, Jesus. Praise you, Jesus. Thank you, Kripasana Mother Mary. Praise you, Kripasana Mother Mary. My name is Jerry. This is my wife, Sharon. This is my mother, baby Joseph. My 3 kids, Ezekiel, Eliza, and Enzo. We come from St. Joseph's Church, Babusapalia, Bangalore, to share a few testimonies. I'll start off with my wife. Praise the Lord. My name is Sharon.
I have come last November 22nd, 2023 for health issues, that is like hernia. I was detected with hernia, and a doctor had asked me to do a surgery. So before that, I came on December 22nd, 2023, and I got blessing from Father Joseph, and he gave me Saita oil, and he asked me to not to worry, and I just went back. And after that, doctor had asked me, like, just wait for some more day with some medication. And but in this treatment, I was asked not to conceive, because if I conceive, then the chances of miscarriage will happen. But then I think by all the prayer, we were continuing prayer, we were doing the covenant prayer every day morning 5:30, we do the prayer regularly. And then in April 8th, I came to know that I have already conceived, and it was already 8 weeks. And doctor had asked me to do the regular checkup. Till 3 months, it was all going on fine. And then we came to know, like, since I have already crossed 35, I have to do double marker test. And doctor had asked me to do the double marker test, and they had, after getting the report, I came to know that my third kid, this is my third kid, he's been detected with trisomy 18. That is like, there is some abnormalities may happen. So it was not sure that they were saying that it's better to do miscarriage. Since you already have 2 kids, why you want a third kid? You have already healthy 2 kids, why you want an abnormal kid? Then me and my husband were in faith. We thought, no, we will not do any such things. We'll wait, we'll do the next scan and all. So we went to a couple of doctors, and they told that, you have to think about miscarriage, like the abortion, because it's not safe, and why you want an abnormal kid? But we still continued faith. And then my dad had a cousin who works in Cloud9, and she told, there is one good doctor in Bangalore, Babasapalya, Manjula Deepak. She just go and see. You continue your prayer, but just go visit to that doctor. So we went in, and that time already I was in the 3rd month. And I thought, okay, let me just go. We will still continue our prayer. Morning, my mother always put a sign of the cross with the salt. And every day, morning and evening, she regularly put the oil, Kripasanam oil. And we used to pray continuously. We thought, okay, let's do it. Like, we'll go to one more doctor. And so I met this doctor. I don't know what happened. She spoke to me so well. Because till that 3 months, I never had a peace of mind. It was like, every doctor was saying, why you want to do and all. But this doctor, when I met, she was so graceful. And she somehow told me that, everything is fine. Why you worrying? Everything is fine. Just go ahead. And she told me to do normal everything. And then in the 5th month, we did one test, and we were very worried. We were like, okay. And my mother used to continuously tell the covenant prayer for me and my baby safe delivery and all. And that day morning, me and my husband went to the hospital, and my mother was at home continuously praying for us. And doctor came, and she told me, Sharon, there is nothing to worry. You can just continue to go for this thing. We will see what can be done. But but that doctor was like, for me, Mother Mary, like, she came with so gracefully. She told me that, there is nothing to worry, because I went to multiple doctors, and they said, you have to abort this kid. But this doctor made me feel that, Mother Mary was with her. I had during this pregnancy, I had gestation diabetes. I had lot of health issues. But I was somewhere, every time whenever I go to the scan or anything, I used to take my Kripasanam Madhav's locket with me. And I know that she will take care of me. And on the 3rd, last month, I had to do the anesthesia. Since I was in the heavier side, there were a lot of complications there as well. The anesthesia doctor were worried
So they told, we'll see what can be done. But then, by all my Mother Mary's blessing, everything went well. And this is my baby, all fine, no issue with his health. This is Enzo, and he is born in November 6th, 2024. He is all healthy. During this phase, with that, when my health issue was going on, my husband was also taking off late lot of leaves between, because often we have to visit different doctors and all. So somewhere he was skipping his office hours, and there was lot of like we were worried what we'll be doing and all. But then somewhere I had faith that my Mother Mary will take care of my baby. So I was daily know that she will take care. My other two kids are blessed. Then I'm sure my third one also Mother Mary will take care. And so during that time, my husband was not going to his office, and there was some issue, and I want him to tell that testimony about it. My name is Jerry, and as she mentioned, I was not regular to work because there were a lot of issues at home with her pregnancy. So I work for a retail brand, and when I was not there at the office, I had another set of seniors working under me, and they knew all the cons and pros of finance at that point of time. And when I came back to work, all of a sudden they resigned. All two of them resigned. They left the job. But there were no issues. There were no doubts. But end of the year in the audit, we realized that they had raised quite a lot of invoices, close to 40-45 lakhs. And since I am the head of the operations, I am responsible for the entire money. So there were a lot of investigations going on. And every time I didn't know what to say because I was not even present at work when such a mishap happened. That is when my mom and wife forced me to come to Kripasanam. I believe in God, but I'm more of a Sunday mass goer. That's it. I don't do anything more than that. But since they were going on telling, I thought, okay, fine, let me come take an Udambadi myself. I came down here. I took an Udambadi, I went back. And exactly after 1 week, one of the staff comes by and tells me, sir, I know what happened at the store and I'm ready to go ahead and tell the company who's responsible and what is it. And I was completely surprised because till then for 2 months we kept on investigating and nobody came forward. But exactly after 1 week of Udambadi, a staff comes up, tells me the entire thing. So there was a team that came in from Singapore for investigation. They went ahead. She went ahead and told everything to everybody, and by God's grace, nothing big happened. They just transferred me from one branch to another branch. And that branch was not a branch that does a lot of sales. So as soon as I went there, I made sure I put the Udambadi Upp and the oil as well. And for my surprise, the branch is number one right now in Bangalore for the last 6 months. Even now, as I'm talking here, they are going on clocking numbers. Thanks to Mother Mary again. In the same time, I wanted to change job with all these headaches, but I was waiting because when such a mishap happens, all of a sudden when you quit the job, everybody is going to say that I'll be responsible for it. So I waited for a year. So I gave interview at a place wherein I had previously given interview. But at that point of time, they said they can't match the salary. There are no brands that I have experience with is there, so they cannot give me a job then. But now, last month when I went for the interview, the same guy who took my interview was there. And this time, I was going on praying to God to give me some sign, to show any kind of sign that you're with me. So all I was asking is, if he can wear anything gray or blue, I would be convinced that Mother Mary is with me. And as I went for the interview, he was wearing a blue color shirt. And I thought, I was sure that Mother Mary was with me from that moment. I went in, I made sure I secretly put some salt on the table before the interview. I finished the interview, and the whole questionnaire in the interview was only personal talk. There was nothing with what I do, what I can get, nothing. It was all personal talk. And after the interview, they said, no, you have enough experience for us. It is the same guy who took interview last year and you told that we are looking for certain things which you don't have. But the same guy tells me that, no, you're absolutely qualified for us.
and I'll be putting down the papers once I go back to Bangalore on 2nd. For these things, I'm really grateful to Mother Mary. And after Udambadi, a lot of changes have happened. I and my mom make sure we go for Mass every day. Earlier, I come back from work after 10, so there was no family prayer as such. But now we make sure, however late it is, either we do it in the night or before going to work, all of us sit together and do our family prayers. We read Bible every day. And Acts of Mercy, my wife sponsors AIDS affected kids, where I go to church every Tuesday to St. Anthony's Church in Bangalore. We have a few beggars there, so we make sure we spend time with them. We help them financially, we take care of their rents, we take care of their monthly rations. Yeah, these are the things in Acts of Mercy that we do. Thank you, Kribasana Mother Mary, and thank you, Acha. Thank you. So this is what, like, we will make sure that we continue in living in Udambadi, and all my 3 kids, I make sure that whenever we are outside, whenever we are leaving home, we do sign of the cross with the salt, and during exam time also, I make sure that they have the locket in their uniform. I'll make them like a badge. I'll put them, and they go to the for the exam as well. And we'll make our life, we will surely continue doing this till our life end. So thank you, Madhav, thank you, Jesus, thank you everyone, and thank you, Joseph Achan. Thank you so much. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആരതി. ഇതെൻ്റെ ഹസ്ബൻഡ് ജിമ്മി ജോൺ, ഇതെൻ്റെ മോൻ ജിയോൺ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ജനുവരി 24, 2025 ഈ ഒരു അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സദസ്സിൻ്റെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ പലവിധ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും എനിക്കൊരു ആശ്വാസം തന്നത് ഈ മരിയൻ ഉടമ്പടിയാണ്. പലവിധ ദുഃഖങ്ങളും കുടുംബജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങളൊരു ഡിവോഴ്സിൻ്റെ വക്ക് വരെ പലതവണ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് ഞങ്ങൾക്കൊരു ഉത്തരം തന്നതും ഇന്ന് നിങ്ങളുടെ മുന്നിലായിരിക്കാൻ തന്നതും അമ്മയുടെ ഈ ഉടമ്പടിയിലൂടെയാണ്. രണ്ടാമതായി, ഞാൻ 12 വർഷമായിട്ട് യൂറോപ്പിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. എപ്പോഴും തടസ്സങ്ങളായിരുന്നു. അവസാനം UK പോകാനുള്ള സ്കോർ കിട്ടി, രജിസ്ട്രേഷനായി. പക്ഷേ UK ഗവൺമെൻറ് താൽക്കാലികമായിട്ടെല്ലാം ബാൻ ചെയ്തു. അങ്ങനെ എനിക്ക് പോകാൻ സാധിച്ചില്ല. ഒരു ദിവസം 200 ആപ്ലിക്കേഷൻ വരെ ഞാൻ അയച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നിലും ഒരു റിപ്ലൈ ഉണ്ടായില്ല. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ അപ്പോഴൊക്കെ ഒരു മാതാവിൻ്റെ രൂപം എനിക്ക് എപ്പോഴും കാണിച്ചു തരുമായിരുന്നു. ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു മാതാവിൻ്റെ രൂപമാണ്. മാതാവ് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ അത് എവിടെയുള്ള മാതാവെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവസാനം ഞാൻ ഗൾഫിലേക്കും യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും അപ്ലൈ ചെയ്തു. അവസാനം ഒഡേപെക്ക് വഴിയുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്രൂവായി. പക്ഷേ അപ്പോഴും ഫസ്റ്റ് സ്റ്റേജിൽ റിജക്ഷൻ ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം എനിക്ക് 36 ഇയേഴ്സായി. പക്ഷേ 35 ഇയറാണ് ലിമിറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ മാതാവിൻ്റെ ആ മാധ്യസ്ഥത്താൽ എനിക്ക് അവിടെയും ജയിക്കാൻ സാധിച്ചു. പിന്നെ ഒരു 5 സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെ ബെൽജിയത്തിലേക്ക് പോകാൻ എനിക്ക് വിസ വന്നു. ഈ ജനുവരി 13 ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഞാനൊരു നേഴ്സാണ്. പിന്നെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മോനെ ആണ്. ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നതെങ്കിലും നഗരത്തിലേക്ക് ഞങ്ങൾക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു. അപ്പം മോന് ഓഗസ്റ്റ് മാസത്തിലാണ് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ അവിടെ എല്ലാം അഡ്മിഷൻ ക്ലോസ്ഡ് ആയിരുന്നു.
അപ്പോൾ ഞാൻ അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു, അമ്മയൊന്ന് സഹായിക്കണം, അല്ലെങ്കിൽ മോൻ്റെ ഈ ഇയർ പോകും. അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നാളെ ഇന്ന സ്കൂളിലൊന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് സ്കൂളിൽ പോയി. അപ്പോൾ പറഞ്ഞു ICSEക്ക് കിട്ടത്തില്ല, CBSEക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ മോനും പപ്പയും അന്ന് തന്നെ പോയി. അങ്ങനെ അവൻ അവിടെ അഡ്മിഷനും കിട്ടി. ഇതൊക്കെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യത്തിനായി ഞാനിതെല്ലാം സമർപ്പിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും ചെയ്തിരുന്നു. പത്രപ്രവർത്തനം ഞങ്ങൾ രണ്ടുപേരും പത്രം കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ എന്നാലാവുന്നത് ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഈശോയെപ്പറ്റിയും പരിശുദ്ധ അമ്മയെപ്പറ്റിയും പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. അക്രൈസ്തവരോട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവരോട് പറയാറുണ്ട്. അവരോട് ഉടമ്പടിക്ക് വേണ്ടി ഞാൻ എടുക്കാൻ പറയാറില്ല, പക്ഷേ അവരിന് വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും അത് എടുക്കുകയും അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുമുണ്ട്. ഇതെല്ലാം ഞാൻ ഈ ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു.